ഹലോ, ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു തക്കാളി ഒന്നും ചേർക്കാതെ നമ്മുടെ വാളംപുളി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നല്ല ജീരകമാണ്, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അത് നല്ലതായിട്ട് ഈ ഒരു പരുവത്തിലൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് പുളിവെള്ളമാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുളിയുടെ വെള്ളം പിഴിഞ്ഞെടുക്കാവേ. ഇനിയിപ്പോൾ അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ചുവന്ന മുളകും കൂടെ ഒന്ന് ചേർത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചുവന്ന മുളക് നന്നായി മൂത്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായൊക്കെ ആയതിന് ശേഷം നമ്മൾ അരച്ച് അല്ലെങ്കിൽ ഒതുക്കി മാറ്റി വെച്ച നമ്മുടെ കുരുമുളകും വെളുത്തുള്ളി മിക്സ് അതൊന്ന് ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വഴറ്റി നന്നായിട്ട് ഒരുപാട് നേരം വഴറ്റണ്ട, ഒന്ന് ചൂടൊക്കെ ആയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മുളക് ചേർക്കാത്തത്, കുരുമുളകാണല്ലോ അരച്ചത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചാൽ പുളിവെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര വെള്ളമാണോ വേണ്ടത് ആ വെള്ളം കൂടെ ആ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് തിളച്ച് കിട്ടിയാൽ നമ്മുടെ രസം ഇവിടെ റെഡി ആവുമേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രസത്തിന് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളക്കിയേ വേണ്ടുള്ളൂ, ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.